വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വിൻറ്റേജ് ജേണൽ ഉണ്ടാക്കാനാണ്. അതായത് പഴയ കാലത്തിലെ പോലെ തോന്നിക്കുന്ന ഒരു ബുക്ക്. അപ്പോൾ ഇതുണ്ടാക്കും വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല, എല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോണ്ട് പേപ്പറാണ്. നിങ്ങൾക്കിപ്പോൾ സാധാരണ ബുക്കിൻ്റെ വൈറ്റ് പേപ്പറില്ല, അതൊക്കെ ഇട്ട് ഉപയോഗിക്കാം കേട്ടോ. ബോണ്ട് പേപ്പർ വേണം തന്നെയില്ല. അപ്പോൾ ഈ ബോണ്ട് പേപ്പർ ഇത് A4 സൈസ് പേപ്പറാട്ടോ. ഇത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ കീറുക. അപ്പോൾ കീറുമ്പോൾ നല്ല വൃത്തിയിൽ കീറണമെന്നൊന്നുമില്ല, ഇങ്ങനെയൊക്കെ കീറിയാൽ മതി. എന്നിട്ട് നമ്മൾ ഭയങ്കര പെർഫെക്റ്റായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി സൈഡൊക്കെ ഒന്ന് കീറി കൊടുക്കുക. അങ്ങനെ ചെയ്യണത് ഭയങ്കര നമ്മൾ പഴയ കാലത്തിലെ പോലെ തോന്നിക്കുന്ന ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളിത് കീറിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നന്നായിട്ടൊന്നും കീറണ്ട, നമ്മുടെ ഇത് കീറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചായപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം തിളപ്പിക്കുക, എന്തോരം നേരം തിളപ്പിച്ചാൽ അത്രയും നല്ല കളർ കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മളിത് അതിനകത്തേക്ക് മുക്കി കൊടുക്കുക. അതുപോലെ ബാക്കി എല്ലാ ബോണ്ട് പേപ്പറും മുക്കിയെടുക്കാം. എല്ലാ പേപ്പറും ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പഴയ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പുറന്തട്ടിയില്ലേ, അതാണ്. എന്നിട്ട് നമ്മളിത് വെച്ചിട്ട് കുറച്ചും കൂടി ഒരു വലിപ്പത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ 2 ഫുൾ പേപ്പറില്ലേ നമ്മൾ ചെയ്തത്, അത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയെല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടയ്ക്കാം. ഇനി നമുക്ക് ബൈൻഡാണ് കേട്ടോ ചെയ്യേണ്ടത്. അതിന് നമുക്കൊരു സൂചി നൂലാണ് ആവശ്യം. ഇത് ഞാൻ സൂചിയിലൂടെ നൂലിട്ടിട്ട് രണ്ടാക്കിയിട്ടിട്ട് അടിയിലൊരു കെട്ടിട്ട് കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇതാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് തുന്നേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ തന്നെ തുന്നണം. നമുക്ക് ആദ്യം ഇങ്ങനെ കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തി എടുക്കാം. എന്നിട്ട് ഇത് കുറച്ചിങ്ങോട്ട് വലിച്ചിട്ട് ഇത് തമ്മിലൊരു കെട്ടിട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിലായി ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ അടിയിൽ ഇങ്ങനെ തീരുമ്പം അടിയിൽ കെട്ടിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഞാനിവിടെ 3 സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കണ അനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇത്തിരി വലിച്ചിട്ട് ഇത് തമ്മിലൊന്ന് കുത്തിക്കെട്ടി കൊടുക്കാം. ഒരു 2 തവണയൊക്കെ കെട്ടിടാം കേട്ടോ, അല്ലെങ്കിൽ അത് ശരി. ഇനി 3ാമത്തെ സൈഡിൽ അത് ആദ്യം മേളിൽ നിന്ന് താഴത്തേക്ക് കുത്തുക. എന്നിട്ട് സൂചി വലിക്കുക. എന്നിട്ട് അവിടെ നിന്ന് തന്നെ പുറകിൽ നിന്ന് അതേ സ്ഥലത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സ്ഥലത്തു നിന്ന് ഒന്ന് അടിയിലേക്ക് ആക്കുക. അപ്പോഴേക്കും ഇതിങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഇതിൽ കൂടി എടുത്തിട്ട് നമ്മൾ വലിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് പശ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ്. ഈ ന്യൂസ് പേപ്പർ നമ്മൾ ചുമ്മാ കീറി കൊടുക്കാം. ചെറുതായിട്ട് കീറി കൊടുക്കാം.
എന്നിട്ട് ഇത് മൊത്തം കീറാം. അപ്പോൾ എല്ലാം കീറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് മുക്കി കൊടുക്കാം. ഇതൊന്ന് പയ്യെ ഒന്ന് ഇതിലേക്ക് എല്ലാം ഒന്ന് നനവ് തന്നെ വരെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗൈസ്, ആ ഫ്രണ്ട് കവറിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ നിങ്ങൾ പറ്റില്ല. പക്ഷേ ഇത് നിങ്ങൾ ഓരോന്ന് കീറി അത് ചുരുട്ടിയിട്ട് അതിൽ നിന്ന് ഒട്ടിച്ചിട്ട് പെയിൻ്റ് അടിച്ച സംഗതി റെഡി ആയിട്ടോ.